ലൗഡ് സ്പീക്കർ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇത്രയും മീഡിയ ഒന്നും ഇത്ര ഇതല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും മിണ്ടിയ അവിടുന്ന് അതിപ്പോ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ഒരു ജോബ് അതാണല്ലോ. പക്ഷെ അന്ന് അത്രയും ഇതല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ ഇത് തന്നെ ഫോക്കസ് ചെയ്ത് കണ്ടോണ്ടിരിക്കുവായിരുന്നു. മനസ്സിലായി. ഇപ്പൊ ഓരോ ഫാൻസ് ആൾക്കാരുണ്ട്, ഓരോ ആർട്ടിസ്റ്റൊക്കെ ഫാൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ പറയാം, മറ്റേ വിജയ് സാറിന്റെ പുലി ഇറങ്ങിയ സമയത്ത് ഇതുപോലെ അന്നൊരു ഇച്ചിരി ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഡയറക്റ്റ് ആരും വിളിച്ചിട്ട് ഇത് ചെയ്യാറില്ല. അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇതായിട്ട് പറയും. പിന്നെ ചാനലിലെ റിസപ്ഷനിലുള്ള പിള്ളേര് പറയും, ചേച്ചി ഞങ്ങള് കേട്ട് കേട്ടും അടുത്ത് അവരെ വിളിച്ചിട്ടാണ് ഫയറിങ്. ഈ ഫാൻസുകാരൊക്കെ ചിലവര് ഭയങ്കരമായിട്ട് ഇത് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ആ മൂവി ഇറങ്ങിയ സമയത്ത് ഞങ്ങള് റോഡ് സൈഡിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ പുലിയുടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ആരെങ്കിലും തീയൊന്നറിയില്ല. അപ്പൊ എനിക്ക് അത് ഇങ്ങനെ അവിടെ വിളിച്ച് പറയുന്നോണ്ട് എനിക്ക് അത് കാണുമ്പോ പേടിയായിരുന്നു. അല്ലാതെ അങ്ങനെ വേറെ അങ്ങനെ മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ വർക്കിന്റെയും കൂടെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ആക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിലായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരിക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ അറിയുക എന്നുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്തുണ്ട്. ഉണ്ട്. ഞാൻ ഒട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചൊരു ഡ്രോബാക്ക് ആണ്. അതെന്താന്നല്ല, പണ്ടേ ഞാൻ അതിനാണ്. ഇപ്പൊ നമ്മളുടെ ഈ ആൾക്കാരുടെ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ്, പക്ഷെ അല്ലാണ്ട് ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയും ബ്രദറും ആണുള്ളൂ. ബ്രദർ എന്താ ചെയ്യുന്നത്? ബ്രദർ പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെ പോലുള്ള സിംഗിൾസിനോട് എന്താ ചേച്ചി പറയാനുള്ളത്? കണ്ണ് തുടച്ചുകൊണ്ട് പറയണോ ചേച്ചി? വേണ്ടല്ലേ? വേണ്ട. സിംഗിൾസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ എന്റെ ഫ്രണ്ട്സ് 2-3 പേര് 2-3 മക്കളായിട്ടുള്ളവര്, നീ ഇങ്ങനെ നടക്കണോണമ്മേ, ഞങ്ങൾക്ക് സഹിക്കില്ല. ഞാൻ എന്നോട് എല്ലാരും പറയാണ് വെറുതെ ഉള്ള സമാധാനം കളയണം. അപ്പൊ സിംഗിൾസിനോട് പറയാൻ ഇത്രേ ഉള്ളൂ, വെറുതെ ഉള്ള സമാധാനം കളയണം. എന്നാലും ചേച്ചി ഏതെങ്കിലും ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടാവില്ലേ നമുക്കൊരു പാർട്ട്ണർ വേണം എന്നൊക്കെ തോന്നുന്നു? തീർച്ചയായിട്ടും. അതിപ്പോ എത്ര എങ്ങനെ പറഞ്ഞാലും അതിപ്പോ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഏജിന്റെയോ ആ ഒരു നമ്മുടെ ഒരു പ്രൊഫഷനിൽ നമ്മളിപ്പോ അങ്ങനെ ഇങ്ങനെ നടക്കുന്നോണ്ടായിരിക്കാം. പക്ഷെ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞാൻ സിംഗിൾസിനോട് അങ്ങനെ പറയാതെ ഞാൻ ചുമ്മാ തമാശ പറയണം കേട്ടോ. അങ്ങനെയല്ല, നമുക്കൊരു പാർട്ട്ണർ വേണം, നല്ലൊരാളെ സെലക്ട് ചെയ്യാം. കാര്യം നമ്മുടെ പ്രൊഫഷനെ മനസ്സിലാക്കുന്നതും, കാര്യം നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ്. ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നല്ല ആൾക്കാരെ മനസ്സിലാക്കുന്ന ഒരാളെ, നല്ലൊരു ഫാമിലി, നമ്മുടെ ഫാമിലിയെയും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ അതെ, നമ്മളിനി എന്ത് എന്ന് പറഞ്ഞാലും നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ നമുക്ക് ഇച്ചിരി നുണയും കൊതിയൊക്കെ പറയാനും തല്ലുകൂടാനും ഒരാൾ വേണമല്ലോ. ഒരു പാർട്ട്ണർ നല്ലൊരാളെ സെലക്ട് ചെയ്യാന്നുള്ളൂ. അപ്പൊ ചേച്ചി പൊളിറ്റിക്കൽ സറ്റയർ പോലത്തെ കാര്യങ്ങൾ, സിറ്റ്കോം കോമഡീസ് ഒക്കെ ചെയ്യും, സീരിയൽസ് ചെയ്യും. അപ്പം ചേച്ചിക്ക് എന്താ കംഫർട്ടബിൾ? അതായത് കംഫർട്ടബിൾ എന്നല്ല, കുറച്ചും കൂടെ സോഷ്യലി റെലവെന്റ് ആയിരിക്കും നമ്മൾ സറ്റയർ ഒക്കെ ചെയ്യുന്ന സമയത്ത്. പൊളിറ്റിക്കൽ സറ്റയറും ഈ സിറ്റ്കോം സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ പൊളിറ്റിക്കലി റെലവെന്റ് ആയിരിക്കും. അപ്പൊ ചേച്ചിക്ക് ഒരു ഫൺ പരിപാടി അല്ലെങ്കിൽ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി അതിനകത്ത്? തീർച്ചയായിട്ടും സിറ്റ്കോം ആണ്. സിറ്റ്കോം അത് സീരിയൽസ് മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ കൂടുതൽ സിറ്റ്കോംസ് ആണ് ചെയ്തിട്ടുള്ളത്. അതെന്ന് വെച്ചാല് മെയിനായിട്ട് ചിലതിൽ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ടാവും, ചിലതിൽ ത്രെഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ ആ ഡയലോഗ്സ്, അതിലുള്ള ഡയലോഗ്സ് തന്നെ നമ്മൾ പറയുക. ഇതിലങ്ങനെയല്ല, ഇതിലുള്ള ഡയലോഗ്സ് അല്ലാണ്ട് നമുക്ക് നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നമ്മുടെ ഒരു കാലിബർ നന്നായിട്ട് ആവും എന്നുള്ള ഒരു ഇതാണ്. അതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഡബ് ചെയ്യാൻ പോണ്ട, സ്പോട്ട് ഡബാണ്. പിന്നെ മറ്റേലെ പോലെ ഒരുപാട് കോസ്റ്റ്യൂംസ് ആവശ്യം വരാറില്ല. സിറ്റ്കോമിൽ മിക്കവാറും സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്, ഹോംലി ഇത് അങ്ങനെയൊക്കെ ആയിരിക്കും. റിയൽ സാധനങ്ങളാണല്ലോ പോർട്രേ ചെയ്യുന്നത്. അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്, അങ്ങനെ 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോഴാണ്, ഈ സീരിയലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊതുവെ ആർട്ടിസ്റ്റ് ഒക്കെ ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറയും ഒരുപാട് പൈസ ഡ്രസ്സിന് വേണ്ടി ചെലവാകും എന്ന് പറയും. ശരിക്കും ആണോ? ഒത്തിരി പൈസയാവും? നമ്മൾ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം എടുക്കണം എന്ന് പറയുമ്പോൾ ഒത്തിരി പൈസയാവും? അത് ഡിപ്പെൻസ്. ഇപ്പൊ ഞാന് വളരെ കുറച്ച് സീരിയൽസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ചെയ്തിരിക്കണമൊക്കെ ഇതുപോലെ ഞാൻ പറയാം, കോമഡി ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ക്യാരക്ടേഴ്സ്
ഉണ്ടാവാറില്ല. അതിപ്പോ മെയിൻ ഹീറോയിന്റെ അമ്മ, മറ്റേ വില്ലത്തി, അങ്ങനെയുള്ള അല്ല വലിയ പോഷ് വീട്ടിലെ അങ്ങനെയുള്ളവർ. ഇപ്പം എനിക്കെല്ലാം കൂടുതലും സിമ്പിൾ. ഇപ്പം ഞാൻ ചെയ്യുന്ന സൂപ്പർ കൺമണിയിലും സാധാരണക്കാരാണ്, നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം സാധാ സിമ്പിൾ സാരിയാണ്. എൻ്റെ 50 രൂപയുടെ സാരിയൊക്കെ ഉണ്ട്, 45 രൂപയുടെ സാരി 50 രൂപ. നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടാവല്ലോ ഇങ്ങനെ നമ്മൾ ബൾക്കായിട്ട് പോയി മേടിക്കുന്നത്, അങ്ങനെ ഉണ്ടോ? ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കാണും. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ 45 രൂപയ്ക്ക് സാരി ഉണ്ട്, ആ ഒരു ഇതിലാണ് വാങ്ങിക്കണേ. പക്ഷെ അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. പെട്ടെന്നൊരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാരികളൊക്കെ ഒന്നിച്ച് വാങ്ങിക്കണ്ടേ. അപ്പം നമ്മൾ സീരിയലിലൊക്കെ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കണമല്ലോ, വലിയ റിച്ച് വീട്ടിലോട്ട് വിളിക്കരുത്, സാധാരണ ഒരു വീടാവുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. റിച്ച് വീട്ടിലേക്ക് വിളിക്കാറേ ഇല്ല. എപ്പോഴും ഇപ്പൊ മൂവീസിൽ ചെല്ലുമ്പോഴും ഞാൻ ചോദിക്കണേ, കൂറ കോട്ടൺ സാരിയാണോ നൈറ്റിയാണോ? റിച്ച് ആയിട്ടുള്ള ദൈവം സഹായിച്ചിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് വേണമെന്നുണ്ടോ? ഒരു വൺ റിച്ച് സൺഗ്ലാസ് ഒക്കെ വെച്ച് വൺ റിച്ച് ആയിട്ട് വന്ന് വലിയ സൺഗ്ലാസ് ഒക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. സീ കേരളത്തിൽ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ആകാശവാണി പങ്കജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ജോലി ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടറാണ്. പക്ഷെ വരുന്നത് ഒരു പാട്ട കൈനറ്റൊക്കെ ഉണ്ടെങ്കിലും എങ്ങും ചെറിയ കൺട്രി ഫ്രീക്ക് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ സാറ് ഫൈസൽ അടിമാലിയായിരുന്നു. സാറ് പറഞ്ഞു, നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഒരുങ്ങിക്കോ. പക്ഷെ കോമഡി എന്ന് വെച്ചാൽ ഓരോന്നും മറ്റേ ഹെയർ ബാൻഡില്ലേ, മുയലിന്റെ ചെവിയൊക്കെ ഉള്ള, എനിക്കങ്ങനെ റയറായിട്ട് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കണതേ. അപ്പൊ എനിക്ക് ഭയങ്കര, ഞാൻ കുറേ ഹെയർ ബാൻഡൊക്കെ വെച്ച്, മുയലിന്റെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് പൂറ കളറ് ഈ മറ്റേ വലിയ കമ്മലൊക്കെ ഇട്ടിട്ടേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇത് കാണുമ്പോഴേ സാറ് ചിരി തുടങ്ങി. സന്തോഷായി. ഇനി ഒരു പ്രാവശ്യം ഇടുന്നൊക്കെ നമ്മൾ പിന്നെ റിപ്പീറ്റ് ഇടാൻ പറ്റൂലല്ലോ. ഞാനിടും. എങ്ങനെ? അപ്പൊ അത് ഉടനെ തന്നെ ഇടില്ലായിരിക്കും? ഉടനെ ഇല്ല, ഒരു 5-6 ഷെഡ്യൂളൊക്കെ കഴിയുമ്പോ ഇതാവും. പിന്നെ വെച്ചാൽ അത് ശ്രദ്ധിക്കണ വെച്ചാല് ചില സാരികളോ അല്ലെ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് അധികം ഇടാതിരിക്കാൻ നോക്കും. അല്ലാതെ ഇപ്പൊ ചിലതൊക്കെ ഒരു സീനിലൊക്കെ ഇട്ടതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒരു 3-4 ഷെഡ്യൂൾ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കാശ് ചെലവല്ലേ, ഫുൾ ഡ്രസ് മേടിച്ചു. വീട്ടിൽ ഇഷ്ടം പോലെ ഡ്രസ് ഉണ്ടോ അപ്പൊ? ഞാനത് കൊടുക്കും. കുർത്തീസ് ഒക്കെ അധികം യൂസ് ചെയ്യാത്തതൊക്കെ കുറച്ച് കഴിയുമ്പോ പിന്നെ ഇതിന്റെ ട്രെൻഡ് ഒക്കെ മാറുമല്ലോ. അതിന്റെ അല്ല, അലമാരിയില് സ്ഥലം ഇല്ല. വീട്ടില് വരുന്ന നമ്മുടെ റൂം കണ്ടോ, വരട്ടെ ഞാൻ പായോ അത്രയ്ക്ക് ഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് ഇവിടെ കൊടുത്ത് 9,000 രൂപ കൂപ്പൺ കിട്ടി. പക്ഷെ അത് വേസ്റ്റ് ആയി പോയി. എവിടെ കൊണ്ട് കൊടുത്ത്? നമ്മുടെ ഫാഷൻ ഫാക്ടറി അല്ലേ, അവിടെ അങ്ങനെ കൊണ്ട് കൊടുക്കാം. അവിടെ ഇടയ്ക്കുണ്ട്. അത് ജീൻസിന് ഇത്ര രൂപ, കുർത്തിക്ക് 100 രൂപ, അങ്ങനെ കൂപ്പണാട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പ്രോഡക്റ്റ് തന്നെ മേടിക്കാം. അപ്പൊ നമുക്ക് പുതിയത് അടുത്ത ഷൂട്ടിനുള്ളത് നമുക്ക് മേടിക്കാമല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ. ഞാനത് പക്ഷെ 9,000 അത്രയും രൂപയുടെ സാധനം വാങ്ങിച്ചാലല്ലേ ഇത്രയും കൂപ്പൺ. അങ്ങനെയുണ്ട്. ഞാൻ അങ്ങ് ആവശ്യമുള്ളപ്പോ മാത്രമേ ഡ്രസ്സ് എടുക്കലുള്ളൂ.